സർ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ ഇരിക്കുമ്പോൾ കേരളത്തിൽ ഒരു പാവപ്പെട്ടവനും പട്ടിണി നടക്കില്ല സർ. ഒരാളും പട്ടിണി നടക്കില്ല. വിശപ്പ് രഹിത കേരളം ഇടതുപക്ഷ മുദ്രാവാക്യമാണ് സർ. ദരിദ്രമില്ലാത്ത കേരളമായിട്ട് ഈ നവംബർ 1 കേരളം മാറുകയാണ് സർ. രാജ്യത്ത് എവിടെയാണ് ഈ പാവപ്പെട്ടവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇങ്ങനൊരു ഗവൺമെന്റ് പ്രവർത്തിക്കുന്നത് സർ? സർ, വിലക്കയറ്റം നിയന്ത്രിക്കാൻ ഒരു ഗവൺമെന്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് സർ. മാർക്കറ്റിൽ വില നിശ്ചയിക്കുന്നത് ഗവൺമെന്റ് അല്ലല്ലോ, അത് ഉൽപാദകനും വിതരണക്കാരനുമാണ് സർ. സർ, നെഹ്റുവിന്റെ കാലത്ത് 1955 ഉണ്ടാക്കിയ എസൻഷ്യൽ കമ്പോഡിറ്റ് ആക്ട് അതിന്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ് സർ? 1991 അധികാരത്ത് വന്ന കോൺഗ്രസ് ഗവൺമെന്റ് അതിനെ ഡീറെഗുലേഷൻ നടത്തിയിട്ട് അതിന്റെ മുനയൊടിച്ചില്ലേ സർ? കുത്തകകൾക്ക് ആവശ്യം പോലെ സാധനങ്ങൾ പൂഴ്ത്തിവെക്കാനും ഉപയോഗിക്കാനും കഴിയുന്ന സംവിധാനത്തിലേക്ക് ആ രാഷ്ട്രീയ നിലപാടുകൾ ഈ രാജ്യത്ത് എടുത്തവരാണ് സർ. എന്ത് ആത്മാർത്ഥതയാണ് ഈ അടിയന്തര പ്രമേയത്തിൽ കോൺഗ്രസിനുള്ളത് സർ? സർ, അത് ഈ പറയുന്ന എങ്ങനെയാണ് ഈ വിലക്കയറ്റം മാർക്കറ്റിൽ ഉൽപാദകനും വിതരണക്കാരനും കൂടി ചേർന്ന് നടത്തുന്ന ആ വില നിശ്ചയിക്കുന്ന പരിപാടിയെ നിയന്ത്രിക്കാൻ എന്താണ് ചെയ്യാൻ കഴിയുന്നതെന്ന് LDF ഗവൺമെന്റുകളാണ് സർ